പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ സാമുദായിക സംഘടനകളുമായുള്ള ബന്ധം വിപുലമാക്കാൻ രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. സുകുമാരൻ നായരുടെ അനുഗ്രഹവും പിന്തുണയും തേടാനാണ് പെരുന്നയിലെത്തിയതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനായിരുന്നു. വന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും പിന്തുണയെല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കർട്ടസി കോളായിട്ട് കണ്ടാൽ മതി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗോകുൽ, കൂടുതൽ ഔട്ട്റീച്ച് പരിപാടികളിലേക്കാണ് ഇപ്പോൾ BJP നേതൃത്വം കടന്നിരിക്കുന്നത്. പെരുന്നയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കാണുക. ബിനിലെ അല്പസമയം മുമ്പാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചങ്ങനാശ്ശേരി പെരുന്നയിൽ സ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരുമായിട്ട് കൂടിക്കാഴ്ച പൂർത്തിയാക്കിയത്. അല്പസമയത്തകം തന്നെ അദ്ദേഹം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് യാത്രയുള്ളത്. 12 SNDP ജനറൽ സെക്രട്ടറി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും NSSൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതായത് അല്ലെങ്കിൽ താൻ അധ്യക്ഷനായതിനു ശേഷം ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ പിന്തുണ അർപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ് NSS ആസ്ഥാനത്തേക്ക് എത്തിയത്. ജി സുകുമാരൻ നായരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ വിഷയങ്ങളോ മറ്റ് സാമൂഹ്യ വിഷയങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടില്ല. തികച്ചും ഒരു അനൗപചാരിക സന്ദർശനം മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നമ്മളുടെ മാധ്യമങ്ങളോട് അതിനുശേഷം പ്രതികരിക്കുകയുണ്ടായത്. അതേസമയം തന്നെ അദ്ദേഹം നിലവിൽ പാർലമെന്റിൽ നടക്കുന്ന വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെ പറ്റിയുള്ള പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ഈ മുനമ്പം ജനതയോടൊപ്പം ആരാണ് നിൽക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവരെ എതിർക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യക്തത വന്നിട്ടുണ്ട് എന്നും കേരളത്തിലെ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPIയും പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. കള്ളം നിറച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാജ പ്രചരണമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ബില്ല് പാസ്സായാൽ മുനമ്പത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും എത്രയും വേഗം തന്നെ പരിഹരിക്കപ്പെടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഒപ്പം കേരളത്തിലെ MPമാർ അവരുടെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടുമുള്ള കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഒപ്പം ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകളുടെ നിലപാട് അത് BJPക്ക് അനുകൂലമാകുമോ കേരളത്തിൽ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളിൽ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി നൽകുകയില്ല. ക്രൈസ്തവ സഭകളുടെ മാത്രമല്ല എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ BJPക്ക് ഉണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രകടമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ ഇന്നിപ്പോൾ BJPയുടെ നേതൃയോഗം അടക്കം നടക്കാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ചർച്ചകളുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അതിനോടനുബന്ധമായി ഇത്തരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെയും അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ പിന്തുണ കൂടി നേടുന്ന പ്രവർത്തനത്തിലുമാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഗൂഗിൾ രമേശാണ് വിവരങ്ങൾ നൽകിയത്. ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തിയിരിക്കുന്നു. കൂടുതൽ സാമുദായിക നേതാക്കളെ ഉൾപ്പെടെ കണ്ട് BJPക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ BJP അധ്യക്ഷൻ. വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം കാണും.